ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലൊമായറുകളെ കുറിച്ചാണ്. വളരെ ലളിതമായി നമുക്ക് ലൊമായറുകളെ പരിചയപ്പെടാം. ചില ഉദാഹരണങ്ങളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അന ത്വാലിബുൻ മുജ്തഹിദുൻ, നഹ്നു നുഹിബ്ബു വത്വനന, അൻത ജാലിസുൻ അലൽ മഖഅദി, അൻതുന്ന മാഹിറാത്തുൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ, ഹുവ മുഅല്ലിമുൻ നാജിഹുൻ, ഹും യഖറഊന കിതാബഹും. ഈ 6 ഉദാഹരണങ്ങളിലെ ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അന ത്വാലിബുൻ മുജ്തഹിദുൻ, ഞാൻ പരിശ്രമശാലിയായ ഒരു വിദ്യാർത്ഥിയാകുന്നു. നഹ്നു നുഹിബ്ബു വത്വനന, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ 2 ഉദാഹരണങ്ങളുടെ തുടക്കത്തിലും അന, നഹ്നു എന്നീ ലമീറുകളെ ദർശിക്കാൻ സാധിക്കും. ഞാൻ എന്നതും ഞങ്ങൾ എന്നതും ആരാണോ പറഞ്ഞത് അവരിലേക്കാണ് അതിൻ്റെ ആശയം മടങ്ങുന്നത്. അതുകൊണ്ട് ഇവ ലമീറുൽ മുതക്കല്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നു. സംസാരിച്ചവൻ എന്നാണ് മുതക്കല്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം. അൻത ജാലിസുൻ അലൽ മഖഅദി, നീ ബെഞ്ചിന്മേൽ ഇരിക്കുന്നു. അൻതുന്ന മാഹിറാത്തുൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ, നിങ്ങൾ സ്ത്രീകൾ അറബി ഭാഷയിൽ വളരെ കഴിവുള്ളവരാകുന്നു. ഈ 2 ഉദാഹരണങ്ങളിലും അൻത എന്നും അൻതുന്ന എന്നുമുള്ള ലമീറുകളെ നമുക്ക് കാണാൻ സാധിക്കും. നീ എന്ന പദവും നിങ്ങൾ എന്ന പദവും സാന്നിധ്യത്തിൽ ഉള്ള ആളുകളോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. അതിനാൽ ഇവയെ നമ്മൾ ലമീറുൽ മുഖാത്വബ് എന്ന് വിളിക്കുന്നു. മുഖാത്വബ് എന്ന വാക്കിനർത്ഥം സംസാരിക്കപ്പെടുന്ന എന്നാണ്. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരെയാണ് മുഖാത്വബ് എന്ന് അറബിയിൽ പറയുന്നത്. അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഹുവ മുഅല്ലിമുൻ നാജിഹുൻ, അവൻ വിജയിച്ച ഒരു അധ്യാപകനാകുന്നു. ഹും യഖറഊന കിതാബഹും, അവർ അവരുടെ പുസ്തകം വായിക്കുന്നു. ഇവിടെ ഉപയോഗിച്ച ഹുവ അവൻ എന്ന പദവും ഹും അവർ എന്ന പദവും സാന്നിധ്യത്തിൽ ഇല്ലാത്തവരെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. അതുകൊണ്ട് ഈ ലമീറുകളെ ലമീറുൽ ഗായിബ് എന്ന് വിളിക്കുന്നു. ഗായിബ് എന്ന വാക്കിനർത്ഥം മറഞ്ഞു നിൽക്കുന്നത്, സാന്നിധ്യത്തിൽ ഇല്ലാത്തത് എന്നൊക്കെയാണ്. അൽ ലമീറു ഇസ്മുൻ മഅരിഫത്തുൻ യദുല്ലു അലൽ മുതക്കല്ലിം അവിൽ മുഖാത്വബ് അവിൽ ഗായിബ്. സംസാരിക്കുന്ന ആളിനെയോ സംസാരിക്കപ്പെടുന്ന ആളിനെയോ സാന്നിധ്യത്തിൽ ഇല്ലാത്ത ആളിനെയോ അറിയിക്കുന്ന മഅരിഫയായ നാമങ്ങളാണ് ലൊമായർ. 3 മേഖലകളിലായിരിക്കും ലൊമായറുകൾ വരുന്നത്. ഒന്ന് ലമീറുൽ മുതക്കല്ലിം, അതിൽ അന ഞാൻ, നഹ്നു ഞങ്ങൾ. രണ്ടാമതായി ലമീറുൽ മുഖാത്വബ്, അതിൽ അൻത നീ, അൻതി നീ ഒരു സ്ത്രീ, അൻതുമ നിങ്ങൾ 2 പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ, അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ. മൂന്നാമതായി ലമീറുൽ ഗായിബ്, അതിൽ ഹുവ അവൻ ഒരു പുരുഷൻ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമാ അവർ 2 പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ, ഹും അവർ കുറേ പുരുഷന്മാർ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. ഇത്രയും കാര്യങ്ങളാണ് ലമീറുകളെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. കൂടുതൽ വിശദമായി തുടർന്നു വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.